ഇന്നൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ? പേര് പോലെ തന്നെ വൈറ്റ് സോസ് കൊണ്ട് ഉണ്ടാക്കുന്ന പാസ്തയാണല്ലോ വൈറ്റ് സോസ് പാസ്ത. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുക്കണം. മൈദ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി വേണ്ടത് 1 കപ്പ് പാലാന്നേ. അതിൽ നിന്നും 1/4 കപ്പ് പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മൈദ കട്ട പിടിക്കാതെ ഇളക്കിയെടുക്കണം. ഒട്ടും കട്ട വരാൻ പാടില്ല. ഒട്ടും കട്ടയില്ലാതായ ബാക്കിയുള്ള പാലൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ പാല് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. തിളച്ചങ്ങ് അധികമാകാൻ നിൽക്കണ്ട. മൈദ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കുറുകിപ്പോകും. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ കുറച്ച് ബ്രൊക്കോളിയും ക്യാപ്സിക്കവും ക്യാരറ്റും ഉപ്പും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനിയിപ്പം ഉപ്പും 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് 80% വേവിച്ചെടുത്ത വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന മക്രോണി അല്ലെങ്കിൽ പാസ്ത കൂടെ ഇട്ട് ഇളക്കിയെടുക്കണം. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ സോസ് കുറുകിപ്പോകും. വൈറ്റ് സോസ് പാസ്ത ചീസി ആണല്ലോ. ചീസി ആകാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് കൂടെ മൂടി വെക്കണം. ചീസൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാന്നേ. ചിലർക്ക് ഒത്തിരി ചീസ് ഉള്ളതായിരിക്കുമല്ലോ ഇഷ്ടം, ചിലർക്കാണെങ്കിൽ ഇച്ചിരി ചീസ് ഉള്ളതും. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എനിക്ക് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ കുറേ ചീസ് ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കിയെടുത്താൽ ഇതുപോലെ നല്ല ചീസി ആയിട്ടുള്ള വൈറ്റ് സോസ് ക്രീമി ചീസ് പാസ്ത റെഡി. ഇനിയിപ്പം കഴിക്കാം. അന്നേരം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.